മാഷെ, തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ വരികയാണല്ലോ. അപ്പോൾ ഈ സമയത്താണ് കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും ഒക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുള്ളത്. നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒന്നല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ മാഷോട് ഇത് ചോദിക്കുന്നത്. കാരണം ഇതൊക്കെ നീക്കം ചെയ്യണം എന്നുള്ളത് ഹൈക്കോടതിയുടെ ഓർഡറാണ്. ഈ ഹൈക്കോടതിയുടെ ഓർഡറുകളെ വകവയ്ക്കാതെ ഇപ്പോൾ വീണ്ടും നിരത്തുകളിലും എല്ലായിടങ്ങളിലും കേരളത്തിലാകമാനം ഇത്തരത്തിലുള്ള ഫ്ലെക്സുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. സത്യത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹമാണ് ഈ ഒരു ഓർഡർ പറഞ്ഞത്, വെർഡിക്റ്റ് ഇട്ടത് പോലും. പക്ഷെ അദ്ദേഹത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ, ഇനി അദ്ദേഹത്തെ എന്ന് മാറ്റി നിർത്തുക, ഹൈക്കോടതിയെ പോലും നിയമ സംവിധാനത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ ഭരണകൂടം കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചാലും ആര് ഭരിച്ചാലും ഇപ്പോഴുള്ള ഒരു ഭരണകൂടം എന്നുള്ളതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഭരണകൂടം ഈ ഒരു കാര്യത്തെ നിസ്സാരവൽക്കരിച്ച് കളയുകയല്ല. കാരണം ഇതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സ് സ്ഥാപിക്കരുത് എന്നുള്ള ഒരു ഓർഡർ നടപ്പാക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനെ അത് മാറ്റിയപ്പോൾ CPMൻ്റെ ഒരു നേതാവ് അവിടെ വന്ന് കൊലവിളിയാണ് നടത്തിയത് ആ ഉദ്യോഗസ്ഥനെതിരെ. ഞാൻ ചോദിക്കുന്നത്, ഇത്രയ്ക്കും ധാർഷ്ട്യം ഇവർക്ക് എവിടെ നിന്നാണ് നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി കിട്ടുന്നത്? അപ്പോൾ മുഖ്യമന്ത്രിക്ക് യാതൊരു വോയിസുമില്ലേ തദ്ദേശ സ്ഥാപനങ്ങൾ ഇത് കൃത്യമായി നടപ്പാക്കണമെന്ന് ആർജവത്തോടെ പറയാനായിട്ട്? എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് എവിടുന്ന ധാർഷ്ട്യം കിട്ടുന്നതെന്ന് വെച്ചാൽ ജനാധിപത്യം കൊടുക്കുന്ന ഒരു അമിതമായ അല്ലെങ്കിൽ അവിഹിതമായ ധൈര്യമുണ്ട്. ആ ധൈര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഭരണകക്ഷി നാളെ പ്രതിപക്ഷമാണ്. ഇവർ രണ്ടു കൂട്ടരും തമ്മിൽ എല്ലാ കാലത്തും എവിടെ ഇരിക്കുമ്പോഴും, ഈ ഭരണത്തിലിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും ഭരിക്കാൻ സാധ്യതയുള്ള കക്ഷികൾ തമ്മിൽ ഒരു നെക്സസ് ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ LDF ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കൊച്ചി കോർപ്പറേഷൻ, അവിടെ റോട്ടിൽ ബോർഡ് വെച്ചു എന്ന് ആരാ പരാതിപ്പെടേണ്ടത്? ഒരു ഫോട്ടോ എടുത്തിട്ട് വെറുതെ അയച്ചു കൊടുത്താൽ മതി. പക്ഷേ ആരാ പരാതിപ്പെടുക? പലപ്പോഴും ഏതെങ്കിലും ഈ സാധാരണ മനുഷ്യാവകാശ പ്രവർത്തകരോ NGOമാരൊക്കെ പരാതിപ്പെട്ടെങ്കിലായി. ഇല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും ചെയ്യൂല. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അറിയാം, ഇവർ ഇന്ന് വെച്ചാൽ ഇവർക്ക് ഒന്നിവിടെ വെക്കുന്നത് കണ്ണടച്ചാൽ അപ്പുറത്ത് 4 എണ്ണം വെക്കാം. അപ്പോൾ നിയമം ലംഘിക്കുന്നതിൽ ഇവരൊക്കെ ഒന്നാണ്. അതാണ് ഇവരുടെ ഒരു ധൈര്യം. അതുകൊണ്ട് ഇതിലിപ്പോൾ കോടതി എത്രയോ തവണ പറഞ്ഞതാണ്, പൊതുനിരത്തുകൾ നിയമം കർശനമാണല്ലോ. ഒരു ബോർഡ് പോലും, ഒരു പരസ്യപ്പലക പോലും ഈ പബ്ലിക് സ്പേസിൽ വെക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ PWDയുടെ റോഡിൽ പൊതുനിരത്തിൽ വെക്കാൻ പാടില്ല. ഇനി വെക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്നറിയോ? അപ്പുറത്ത് ആ റോഡിനോട് ചേർന്ന പറമ്പുണ്ടാവും, അത് സ്വകാര്യ ഭൂമിയാണല്ലോ, അയാളോട് പെർമിഷൻ വാങ്ങിയിട്ടാണ് സാധാരണ ഇതിൽ വെക്കുക. അതേ ഇപ്പോൾ സാധ്യമായിട്ടുള്ളൂ. പക്ഷേ അതാണോ നടക്കുന്നത്? നാട്ടിൽ എവിടെയാണ് ബോർഡ് വെക്കാത്തത്? എടുത്തു മാറ്റാൻ പറഞ്ഞാൽ എന്താ സ്ഥിതി? എടുത്തു മാറ്റേണ്ടത് ആരാ? അതിന് ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടാവും. സാധാരണ രീതിയിൽ കോർപ്പറേഷൻ സെക്രട്ടറിയോ പഞ്ചായത്ത് സെക്രട്ടറിയോ മുനിസിപ്പൽ സെക്രട്ടറിയോ. അവർ ഒരു പ്യൂണിനെ, ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞയക്കും അതെടുത്ത് മാറ്റാൻ. അവിടുത്തെ സ്റ്റാഫ്, താഴേക്കടയിലുള്ള സ്റ്റാഫ് ഉണ്ടാവുമല്ലോ, അവരൊക്കെ പറഞ്ഞയക്കും. അവരത് എടുത്തു മാറ്റി തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ആൾ വരും. ഇത് നടപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് എന്താണ് വഴിയെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അത് നമ്മുടെ റോഡ് മുഴുവൻ ബ്ലോക്ക് ആവുന്നു, റോട്ടിലെ ഒന്ന് കാഴ്ച മറക്കുന്നു, രണ്ട് പ്രധാനപ്പെട്ട ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും പിന്നെ റോഡിൻ്റെ വീതിയെ ബാധിക്കുന്നു, റോഡിലെ തിരക്കിനെ ബാധിക്കുന്നു, വാഹനങ്ങളെ അപകടം ഉണ്ടാക്കുന്നു. അങ്ങനെ അപകടങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്താണിത് വഴിയെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഒരു മുദ്രാവാക്യം വന്നത്. ഈ 1 നേഷൻ 1 ഇലക്ഷൻ മുദ്രാവാക്യം വന്നല്ലോ. അത് വന്നാലുള്ളൊരു ഗുണം എന്താണെന്നറിയോ? ഏതായാലും ഇപ്പോൾ ദേവൻ രാമേന്ദ്രനല്ല, ഏത് മഹാദേവൻ വന്നാലും ഇതൊന്നും നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ സ്ഥിതി. യാഥാർത്ഥ്യം അതാ. അപ്പോൾ 2 കാര്യങ്ങൾ ആണ് ഇതിന് പോംവഴിയായിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന്, ഈ പുതിയ കാലത്ത്, സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലത്ത് വ്യക്തികൾക്ക് നേരിട്ട് അയക്കുന്ന സന്ദേശങ്ങളല്ലാതെ പൊതു സന്ദേശങ്ങൾ പാടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവ് ഇറങ്ങണം. ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവ് വെക്കുക, പൊതുസ്ഥലത്ത് അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി എവിടെയെങ്കിലും പൊതുപ്രചരണം, പബ്ലിക് പരസ്യം പ്രത്യക്ഷപ്പെട്ടാൽ അത് അയോഗ്യതയാക്കും. നല്ല കാര്യമാണ്. നിനക്ക് ഇപ്പോൾ നിന്റെ ബൂത്തിൽ 1200 വോട്ടർമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ നിനക്ക് മെസ്സേജ് അയക്കാം. നിന്റെ പടം വെച്ച് മനോഹരമായ മെസ്സേജ് അയക്കാം. സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മാലിന്യം നമ്മൾ പൊതുനിരത്തിൽ സഹിക്കേണ്ടതില്ല. ഇപ്പം അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് 500 ബോർഡെങ്കിലും വെക്കും.
ഇല്ലേ? അതെ. അടുത്ത ആ സ്ഥാനാർത്ഥിയുടെ തന്നെ ഏരിയ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന പ്രദേശം ഉണ്ടാവും. അവിടെ 2ഉം 3ഉം സ്ഥാനാർത്ഥികളുടെ ബോർഡ് വരും. ഇങ്ങനെ ആയിരക്കണക്കിന് ബോർഡുകൾ ഓരോ വാർഡിലും വരുന്ന ഒരു ഇലക്ഷൻ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇത് ഇലക്ഷൻ അല്ല, ഇനിയിപ്പോൾ സമ്മേളനങ്ങളായാലും ഇതാ സ്ഥിതി. അതെ. ഇപ്പോൾ CPM പോലെ കൃത്യമായി ചിട്ടപ്രകാരം സമ്മേളനങ്ങൾ നടക്കുന്ന പാർട്ടികൾ, ബ്രാഞ്ച് സമ്മേളനം എത്ര ബോർഡ്, ഒരു ബ്രാഞ്ചിൻ്റെ പരിധിയിൽ എത്ര ബോർഡ് വെക്കണം, ആ ബ്രാഞ്ച് സമ്മേളനം കഴിയുമ്പോഴേക്ക് ലോക്കൽ സമ്മേളനമായി, ആ പഞ്ചായത്ത് മുഴുവനും അത് വരും. ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, പാർട്ടി കോൺഗ്രസ്, അത് കഴിയുമ്പോഴേക്ക് അടുത്ത ബ്രാഞ്ച് തുടങ്ങാനായി. ഇതാണ്. അപ്പോൾ ഇതൊക്കെ നിർത്തണമെങ്കിൽ ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മാനേജ്മെൻറ്റ് ആരുടേതാണ്? ഇലക്ഷൻ കമ്മീഷൻ്റേതാണ്. അവർ സ്ട്രോങ് ആയ ഡിസിഷൻ എടുക്കണം. അതിന് എന്താണ് വഴി? ഒന്നുകിൽ അവർക്ക് ഒരു അതിനാവശ്യമായ നിയമം നിർമ്മിക്കാനോ അല്ലെങ്കിൽ നിർദ്ദേശം നൽകാനോ ഒക്കെയുള്ള നടപടികളാണ് തുടങ്ങേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ നടക്കും. TN ശേഷം വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഇലക്ഷൻ കമ്മീഷൻ വാക്ക് പറഞ്ഞ് നടപ്പാക്കാൻ പറ്റും. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ അവർ പേടിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ ബോർഡ് പൊതുസ്ഥലത്ത് എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ ബോർഡ് കണ്ടതായി ഒരു സ്നാപ്പ് ഫോട്ടോ എടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്ക് ആരെങ്കിലും അയച്ചു തന്നാൽ അവനെ അയോഗ്യനാക്കും എന്ന് പറഞ്ഞു നോക്കൂ, വിവരറിയും. പിന്നെ എന്തിനാണ് ഈ പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് ഇപ്പോൾ നിൻ്റെ 1500 വോട്ടർമാരുണ്ടെങ്കിൽ 1500 പേർക്ക് നിനക്ക് മെസ്സേജ് അയച്ചൂടെ? നിൻ്റെ കളർ ഫോട്ടോസ് 4, 5, 8, 10 തവണ അയച്ചോ. അത് പൊതുസ്ഥലത്ത് മാലിന്യമായി ഓരോ ദിവസം ഓരോന്ന് അയച്ചോ. അത് നല്ലൊരു അവസരമാക്കി എടുത്തോട്ടെ. ഈ പറഞ്ഞ അപ്പോൾ അതിന് പകരം ഇത് ഒരു പൊതുസ്ഥലത്തെ മാലിന്യമാക്കാതിരിക്കണമെങ്കിൽ അതേ ഉള്ളൂ ഒരു വഴി. രണ്ടാമത്തെ മാർഗ്ഗം എനിക്ക് തോന്നുന്നു അത് സാധ്യമല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുള്ളത് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ പറഞ്ഞ എല്ലാ പണ്ടാരവും കൂടിയിട്ട് വാർഡ് ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ, അത് കഴിഞ്ഞ് നിയമസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നിയമസഭ, ലോക്സഭ, ഇതെല്ലാ പണ്ടാരും കൂടി ഒരൊറ്റ ദിവസം ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ ഉള്ള ഗുണമെന്താ? എല്ലാം കൂടി ബോർഡുകൾ വെച്ചോട്ടെ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മറ്റവൻ, ജില്ലാ പഞ്ചായത്തിലേക്ക് മറ്റവനൊക്കെ വെച്ചോട്ടെ. പക്ഷേ ഉള്ള ഗുണമെന്താ? 15 ദിവസത്തെ പ്രചാരണം കൊണ്ട് ഇത് കഴിഞ്ഞു. അതുകൊണ്ട് 15 ദിവസം ആ 2 ആഴ്ച ബോർഡ് റോഡിലിറങ്ങുമ്പോൾ സൂക്ഷിക്കുക, ഇലക്ഷൻ കാലമാണ്. നമ്മൾ ഈ കോവിഡ് കാലമാണെന്ന് പറഞ്ഞ പോലെ ഇലക്ഷൻ കാലമാണ്. ഈ 2 പനിയുണ്ട് വിഖ്യാതമായൊരു പുസ്തകമാണ്, നമ്മളെ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഗംഭീരമായൊരു മനോഹരമായ ചില പരാമർശം. അതിൽ ഒന്നുള്ളതാണ്, ഇന്ത്യക്ക് 2 പ്രധാനപ്പെട്ട പനിയാണ്. ഒന്ന് ഈ ഡെങ്കിപ്പനി, മറ്റേ പനിയൊക്കെ പറയുന്ന കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ സോഷ്യൽ ഫീവർ 2 എണ്ണമാണ്. ഒന്ന് ഇലക്ഷനാണ്, മറ്റൊന്ന് കറപ്ഷനാണെന്ന്. 2ഉം പനിയാണ്, ഭീകരമായ പനിയാണ്. ഒന്ന് ഒരിക്കലും മാറാത്ത പനിയാണ്, ഒന്നാണെങ്കിൽ സീസണലായ പനിയാണ്. 2ഉം ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ആ കാലത്ത് ആ 2 ആഴ്ച അതും പറയണം കൃത്യമായിട്ട്. ഇലക്ഷൻ്റെ എന്താ പറയുക, സ്ഥാനാർത്ഥികൾക്ക് പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞ് ഫൈനൽ ലിസ്റ്റ് വന്ന് ചിഹ്നം അനുവദിക്കുന്ന ദിവസം ഉണ്ടാവുമല്ലോ, ചിഹ്നം അനുവദിക്കുന്ന ദിവസം തൊട്ട് ഇലക്ഷൻ്റെ 24 മണിക്കൂർ മുമ്പ് വരെ അത്രയും ദിവസങ്ങളെ പൊതുരംഗത്ത് ബോർഡ് പാടുള്ളൂ. കർശനമായ നിയമം കൊണ്ടുവന്നാൽ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിഹാരമല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കൂല. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ പാർട്ടിക്കും ആരും നിയമം പാലിക്കുന്നവരല്ല. നിയമം പാലിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയും ഒരു പാർട്ടിയെയും ഇന്ത്യയിൽ കിട്ടാനില്ല. എല്ലാവരും ലംഘിക്കും. അവനാവാമെങ്കിൽ എനിക്ക് എന്തായിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ജസ്റ്റിസ് ദേവൻ്റെ താരതമ്യേന നല്ല സ്ട്രോങ് ആയ വിധികൾ പുറപ്പെടുവിക്കുന്നൊരു ജഡ്ജിയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ. അദ്ദേഹം പോലും നിസ്സഹായനായിത്തീരുന്നത് അതുകൊണ്ടാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതാണ്. മാത്രമല്ല, നമ്മുടെ ഹൈക്കോടതിയുടെ പരിസരത്ത് നേരിട്ട് ബോർഡ് കണ്ടിട്ട് ജഡ്ജിമാർ നേരിട്ട് പോയിട്ട് ഈ PLI എന്ന് പറയില്ല, നമ്മൾ എന്തായാലും പറയാം, പബ്ലിക് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി, PIL, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അത്തരം വിധികളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തഥൈവ അതവിടെ തന്നെ കിടക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ഇതിനെന്താ പരിഹാരമെന്ന് എല്ലാവരും ആലോചിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്രത്തിലെ ഭരണകക്ഷി ആലോചിക്കണം. അവരാണ് ഏറ്റവും ഉത്തരവാദിത്തമുള്ളത്. എന്തിന്? നാട്ടിലെ ബോർഡ് നീക്കം ചെയ്യാനല്ല. ഇതൊരിക്കലും ഇത്തരം ബോർഡുകൾ ജനകീയമായി വരാതിരിക്കാൻ, പൊതുസ്ഥലങ്ങളെ ശുദ്ധീകരിക്കാനുള്ള നിയമനിർമ്മാണത്തിൻ്റെ വഴി എന്താണ്, നിയമപരമായ മാർഗം എന്താണ് എന്നവർ പരിശോധിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം കൊടുത്താൽ ഇത് ഒരുപാട് കാര്യങ്ങൾ മാറും. ഇതൊരു അയോഗ്യതയായി പരിഗണിക്കണം. പൊതുസ്ഥലത്ത് ഏതൊരു പാർട്ടിയോ ഏത് സ്ഥാനാർത്ഥിയോ പൊതുസ്ഥലത്ത് ബോർഡ് വെച്ചാൽ അത് ഇലക്ഷനിൽ അയോഗ്യതയായി പരിഗണിക്കും എന്ന് നിയമം കൊണ്ടുവന്ന് നോക്കട്ടെ. വരുമാനത്തിൻ്റെ കണക്ക് കൊടുത്തില്ലെങ്കിൽ അത് അയോഗ്യതയായി പരിഗണിക്കുന്നില്ലേ?
അതുപോലെ ഒരു നിയമം കൊണ്ടുവരണം. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ. പരാതി എത്രയും വേണമെങ്കിൽ അയച്ചുകൊണ്ടിരിക്കാം, കോടതികൾക്ക് വിധി അങ്ങനെ പുറപ്പെടുവിക്കാം, നടപ്പാക്കാൻ വേണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പോകാം. അവർക്ക് പഴി കേൾക്കും, അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടും, അവർക്ക് പിന്നെ കേസും കൂട്ടാവും എന്നല്ലാതെ ഒരു കാര്യവും സംഭവിക്കാനില്ല. അതാണ് സ്ഥിതി. അപ്പോൾ എല്ലാ ഉത്തരവാദപ്പെട്ടവരും ആലോചിക്കട്ടെ എന്താണ് ഇത് പരിഹരിക്കണമെന്നത് നിർബന്ധമാണ്. പക്ഷേ പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാ കക്ഷികളും ആലോചിക്കട്ടെ, ഭരണകൂടങ്ങളും ആലോചിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.